ഇപ്പൊ എന്നോട് എല്ലാവരും ചോദിക്കുന്നത് അജി എന്താണ് ഹെയർ കെയർ വീഡിയോസ് ചെയ്യാത്തതെന്നുള്ളതാണ് കേട്ടോ. എനിക്ക് തണുപ്പ് ഒട്ടും പറ്റാത്തതുകൊണ്ടാണ് ഹെയർ കെയർ വീഡിയോസും കാര്യങ്ങളും ഒന്നും ചെയ്യാത്തത്. ഞാനിപ്പോൾ എൻ്റെ മുടിയിൽ ചെയ്തു കൊടുക്കുന്നത് മോർണിംഗ് ഹെയർ കെയറും നൈറ്റ് ഹെയർ കെയറും മാത്രമാണ് കേട്ടോ. അപ്പോൾ ഹെയർ കെയറും കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത ആഴ്ച മുതൽ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ കുറച്ച് ഹെയർ സെറം എടുത്തിട്ട് മുടിയിൽ തേച്ച് ചെറിയൊരു മസാജിങ് ഒക്കെ കൊടുത്തിട്ട് ഞാൻ മുടി കെട്ടി വെക്കുന്നുണ്ട്. കെട്ടി വെക്കുന്നത് എന്താ കാണിക്കുന്നത് വെച്ചാൽ ഒരുപാട് പേര് ചോദിക്കലുണ്ട് എങ്ങനെയാണ് മുടി കെട്ടി വെക്കുന്നത് എന്നുള്ളത്. ഈ രീതിയിലാണ് കേട്ടോ ഞാൻ മുടി കെട്ടി വെക്കുക. എനിക്ക് പറയാനൊന്നും അറിയില്ല, ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് രാവിലെ കുറച്ച് തിരക്കുള്ള ദിവസമാണ്. ഇന്ന് കുഞ്ഞൂസിൻ്റെ സ്കൂളിൽ പാരൻസ് മീറ്റിംഗ് ഉണ്ട്. എനിക്കൊന്ന് ഡോക്ടറെ കാണിക്കാൻ പോകണം. അങ്ങനെ കുറച്ച് തിരക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഇന്ന് രാവിലെ കഴിക്കാനായിട്ട് ഉപ്പുമാവാണ് ഉണ്ടാക്കുന്നത്. ഞാൻ ക്യാരറ്റൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ ഇന്ന് ഉപ്പുമാവ് ഉണ്ടാക്കുന്നത്. കുഞ്ഞൂസും എൻ്റെ കൂടെ അടുക്കളയിലുണ്ട്. കുഞ്ഞൂസിന് അടുത്ത മാസം LSSന്റെ എക്സാം ഉണ്ട് കേട്ടോ. അപ്പോൾ അതിന് ടീച്ചർ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇങ്ങനെ കൊടുത്തു വിടും. അപ്പോൾ എൻ്റെ പണികളുടെ ഇടയിൽ ഞാൻ കുഞ്ഞൂസിന് അതിങ്ങനെ പറഞ്ഞു കൊടുക്കും കേട്ടോ. പിന്നെ നമ്മുടെ കുഞ്ഞൂസിന്റെ പേര് വിഹാൻ എന്നാണ് കേട്ടോ. ഞാൻ ഈ കുഞ്ഞൂസ് എന്ന് പറഞ്ഞിട്ട് എല്ലാവരും ഇപ്പോൾ കുഞ്ഞൂസ് എന്നാണ് വിളിക്കുക. സ്കൂളിലടക്കം അവനെ കുഞ്ഞൂസ് എന്നാണ് കേട്ടോ ഇപ്പോൾ വിളിക്കുന്നത്. അപ്പോൾ അവൻ എന്നോട് പറഞ്ഞു അമ്മ എൻ്റെ പേര് വിഹാൻ എന്നാണ് ഒന്ന് വീഡിയോയിൽ പറയണേന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ എടുത്ത് പറഞ്ഞത്. എനിക്കാണെങ്കിൽ കുഞ്ഞൂസ് അല്ലാണ്ട് എൻ്റെ വായിൽ വരൂല്ല കേട്ടോ. പിന്നെ വേഗം ചായയൊക്കെ വെച്ചിട്ട് ഞാൻ വേഗം ഫുഡ് കഴിച്ചു. പിന്നെ ഇത് ഞാൻ അടുക്കളയിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് ചവിട്ടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. 2 എണ്ണം ഉണ്ട്, കോംബോ ആയിട്ടുള്ളതാണ് കേട്ടോ. ഒന്ന് വലുതും ഒന്ന് ചെറുതുമാണ്. നല്ല ക്വാളിറ്റി ഉള്ള ഫ്ലോർ മാറ്റ് ആണ് കേട്ടോ. ഇത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് ഞാൻ വാങ്ങിച്ചത്. ഞാൻ വാങ്ങിക്കുന്ന സമയത്ത് 356 രൂപയായിരുന്നു കേട്ടോ. ഇത് സ്ലിപ്പ് ആവില്ല, ഞാൻ സ്ലിപ്പ് ആവാത്ത നോക്കിയിട്ട് വാങ്ങിച്ചാണ് കേട്ടോ. റബ്ബറിന്റെ ആകുമ്പോൾ അങ്ങനെ സ്ലിപ്പ് ആവില്ല, നമ്മൾ എടുത്ത് മാറ്റാതെ അത് അവിടെ നിന്ന് മാറൂല കേട്ടോ. പിന്നെ നല്ല സോഫ്റ്റ് ആണ്. ഞാൻ കൂടുതൽ സമയം ഇവിടെയാണ് നിൽക്കുക. എനിക്ക് അത്യാവശ്യം കാലുവേദനയൊക്കെ ഉണ്ട് കേട്ടോ. അതുകൊണ്ടാണ് മെയിൻ ആയിട്ട് ഇത് വാങ്ങിച്ചത്. ലിങ്ക് ടാഗ് ചെയ്ത് കൊടുക്കാൻ പറ്റുമെങ്കിൽ ടാഗ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഞാൻ വേഗം പോകാൻ വേണ്ടി റെഡിയായി. അപ്പോൾ ഞാൻ ഇന്ന് ഡോക്ടറെ അടുത്ത് പോകുന്നതുകൊണ്ടാണ് കേട്ടോ സ്ലീവ്ലെസ് ഡ്രസ്സ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇന്ന് എന്തിനാണ് ഡോക്ടറെ അടുത്ത് പോകുന്നതെന്ന് വെച്ചാൽ എൻ്റെ കൈയുടെ സൈഡിൽ ഇങ്ങനെ ഒരു എക്സ്ട്രാ പാർട്ട് ഉണ്ട് കേട്ടോ. ചില ഡ്രസ്സൊക്കെ ഇടുമ്പോൾ ഇങ്ങനെ കറക്റ്റായിട്ട് കാണാൻ പറ്റും. അതിങ്ങനെ വലുതായി വരുന്നുണ്ട്. എനിക്കാണെങ്കിൽ കാണിക്കാൻ പോകാൻ പേടിയാണ്. അപ്പോൾ ഇന്ന് എന്തായാലും ഒന്ന് കൊണ്ടുപോയി കാണിക്കാമെന്ന് വെച്ചിട്ടാണ്. അപ്പോൾ സ്ലീവ്ലെസ് ഡ്രസ്സ് ഞാൻ പറഞ്ഞില്ല, എനിക്ക് അത്രയ്ക്ക് കംഫർട്ട് അല്ല. കയ്യിൽ ഇങ്ങനെ ഉള്ളതുകൊണ്ടാണ് കേട്ടോ മെയിനായിട്ട് ഞാൻ ഇങ്ങനത്തെ ഡ്രസ്സ് ഇടാത്തത്. അപ്പോൾ ഞാൻ എൻ്റെ ഒരു കംഫർട്ടിന് വേണ്ടിയിട്ട് ഞാൻ അതിൻ്റെ മേലെ ഒരു കോട്ടും കൂടി എടുത്തിട്ടിട്ടുണ്ട്. അപ്പോൾ കുഞ്ഞൂസിൻ്റെ സ്കൂളിൽ പോയിട്ട് വേണം ഞങ്ങൾക്ക് ഡോക്ടറെ അടുത്തേക്ക് പോകാനായിട്ട്. പിന്നെ ഉച്ചയ്ക്കാണ് കേട്ടോ മീറ്റിംഗ്. ഹോസ്പിറ്റലിൽ പോകേണ്ടതുകൊണ്ടാണ് ഞങ്ങൾ നേരത്തെ പോകുന്നത്. അപ്പോൾ അതാ കുഞ്ഞൂസിന്റെ സ്കൂളിൽ എത്തിയിട്ടുണ്ട്. കുഞ്ഞൂസ് ഏതാണ് സിലബസ് എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. സ്റ്റേറ്റ് സിലബസ് ആണ്. ഞങ്ങളുടെ അടുത്തുള്ള ഗവൺമെന്റ് സ്കൂളിലാണ് കേട്ടോ കുഞ്ഞൂസ് പഠിക്കുന്നത്. പിന്നെ ടീച്ചറെ കണ്ട് കുറച്ചു നേരം സംസാരിച്ചു. പിന്നെ കുഞ്ഞൂസിന്റെ പേപ്പറും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. കുഞ്ഞൂസ് ഈ വർഷം കൂടെ ഈ സ്കൂളിലുള്ളൂ കേട്ടോ. അത് ഞങ്ങൾക്ക് നല്ല വിഷമമാണ്. ഈ സ്കൂളും ഈ സ്കൂളിലുള്ള എല്ലാവരും ഞങ്ങൾക്ക് അത്രയും പ്രിയപ്പെട്ടതാണ് കേട്ടോ. പിന്നെ ഇത് കുഞ്ഞൂസിന്റെ സ്കൂളിലേക്ക് വരുന്ന വഴിയാണ്. നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട്. പിന്നെ അവിടുന്ന് നേരെ ഞങ്ങൾ ഹോസ്പിറ്റലിലേക്കാണ് കേട്ടോ വന്നത്. അപ്പോൾ എനിക്കിന്ന് കാണിക്കേണ്ടത് ഗൈനക്കോളജിനെയാണ്. ഒരു 10 വർഷം കഴിഞ്ഞിട്ടാണ് ഞാൻ ഗൈനക്കോളജിനെയൊക്കെ കാണാൻ വരുന്നത്. എനിക്ക് നല്ല ടെൻഷൻ ഉണ്ട് കേട്ടോ. ഇങ്ങനത്തെ സംഭവമൊക്കെ കാണിക്കാൻ എനിക്ക് നല്ല പേടിയാണ്. പിന്നെ ഡോക്ടറെ കാണിച്ചു. അത് ആക്സിലറി ബ്രസ്റ്റ് എന്നാണ് ഡോക്ടർ പറഞ്ഞത്. അപ്പോൾ അത് റിമൂവ് ചെയ്യാനാണ് കേട്ടോ ഡോക്ടർ പറഞ്ഞത്. എനിക്കാണ് ഓപ്പറേഷൻ കേൾക്കുന്നതേ പേടിയാണ്. പിന്നെ എനിക്ക് ഡ്രസ്സ് ഷേപ്പ് ചെയ്യാനുണ്ടായിരുന്നതുകൊണ്ട് മായച്ചിൻ്റെ അടുത്തേക്കാണ് കേട്ടോ വന്നത്. മായച്ചി എൻ്റെ വീഡിയോ ആണ് കാണുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടിട്ട് എൻ്റെ ഡ്രസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും കാര്യങ്ങളും എല്ലാം എനിക്ക് മായച്ചിയാണ് കേട്ടോ പറഞ്ഞു തരിക. അങ്ങനെ മായച്ചിൻ്റെ അടുത്ത് ഡ്രസ്സൊക്കെ ഷേപ്പ് ചെയ്യാൻ കൊടുത്തിട്ട് ഞങ്ങൾ നേരെ മാനന്തവാടിയുള്ള മോസിയിലേക്കാണ് കേട്ടോ വന്നത്. ഇവിടുത്തെ അവിൽ മിൽക്ക് എനിക്ക് ഫേവറേറ്റ് ആണ് കേട്ടോ. നല്ല ടേസ്റ്റ് ആണ്. അങ്ങനെ ഞങ്ങൾ 2 അവിൽ മിൽക്കൊക്കെ കഴിച്ചു. നല്ല ചൂടായിരുന്നു. അപ്പോൾ തണുപ്പ് കഴിക്കുമ്പോൾ നല്ല സുഖമുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ.